ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനിയും ആദർശും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ സങ്കടങ്ങൾ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ, അമ്മയൊന്നും തിരിച്ചറിയുന്നില്ലല്ലോ, നിൻ്റെ സ്നേഹമൊന്നും അറിയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫുള്ള് സങ്കടമായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട് എല്ലാം ശരിയാവും, എന്തായാലും ഈശ്വരൻ പറഞ്ഞ ഒരാളുണ്ടല്ലോ, അത് മാത്രം മതി എനിക്ക്, ഈശ്വരൻ എല്ലാം തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുമോ, അതിന് നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുകയായിരിക്കും കേട്ടോ. ആ സമയമായിരിക്കും കനക വരുന്നത്. കനകയെടുത്താണെങ്കിൽ ആദർശ് പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ കുറച്ച് ആൾക്കാർ വരും, അപ്പോൾ അതിലൊന്ന് സൈൻ ചെയ്ത് കൊടുക്കണം, ഞാൻ 1 കോടിയുടെ പേപ്പറാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇൻഷുറൻസിൻ്റെ, അപ്പോൾ അമ്മ അതിലൊന്ന് സൈൻ ചെയ്ത് കൊടുത്തേക്കണം അവർ വരുമ്പോൾ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ കനകയാണെങ്കിലും പറയുന്നുണ്ട് എന്തിനാ മോനെ ഇത്ര വലിയ എമൗണ്ടിൻ്റെയൊക്കെ എന്നിങ്ങനെ ചോദിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ആദർശാണെങ്കിലും പറയുന്നുണ്ട് അത് ഇനി എന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നതാണ്, അതുപോലെ അച്ഛൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ് കേട്ടോ. ഇനി പൈസ ഇല്ലെന്ന് കരുതി ഒരു ചെക്കപ്പും വേണ്ടെന്ന് വെക്കരുത്, എല്ലാം ഒന്ന് ഫുൾ ബോഡി ചെക്കപ്പ് ഒന്ന് ചെയ്യണം അച്ഛൻ്റെ എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും കേട്ടോ. ശേഷം ആദർശം അവിടുന്ന് പോവുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ കനകയാണെങ്കിലും നയനെടുത്ത് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ, ഓരോരോ സങ്കടങ്ങളിങ്ങനെ പറയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്തിനാ മോനിങ്ങനെ ഇത്രയും കാശൊക്കെ മുടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ നയനയാണെങ്കിലും പറയുന്നുണ്ട് ഞാനിങ്ങനെ കരൾ കൊടുത്തുകൊണ്ടൊന്നല്ല, എൻ്റെ അടുത്ത് സ്നേഹമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാം ഇങ്ങനെ ചെയ്യുന്നത്, ഇനി ഇതുപോലെ സഹായങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ട് ഞങ്ങൾക്ക് സഹായം ഗുണമൊന്നും വേണ്ട മോളെ, മോള് നല്ല സന്തോഷത്തിലിരുന്നാൽ മതി, അത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ഈ സമയം നന്ദു ആണെങ്കിലും അച്ഛനടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിലും പറയുന്നുണ്ട് നയനെ ഇതുവരെ കാണാൻ പറ്റിയില്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും കേട്ടോ. അപ്പോഴായിരിക്കും നമ്മുടെ നന്ദു അറിയാം അച്ഛൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിൽ പോകുന്നതല്ലല്ലോ, നുണ പറഞ്ഞിട്ടല്ലേ അപ്പോൾ ഇവിടുന്ന് പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ അച്ഛനാണെങ്കിൽ എനിക്ക് അങ്ങനെ പോകേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ, നയനെ കാണാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ സങ്കടത്തിൽ ഇരിക്കുകയായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ നന്ദു ആണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുകയായിരിക്കും, തിരക്കിലല്ലേ ചേച്ചി അതുകൊണ്ടായിരിക്കും അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. ശേഷം നമ്മുടെ നന്ദു ആണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ചെല്ലായിരിക്കും ചെയ്യുന്നത്. നന്ദുവിന് നയനയുടെ ആ ഒരു കിടപ്പ് കാണുമ്പോൾ സങ്കടമാവാണ് ചെയ്യുന്നത് കേട്ടോ. ചേച്ചി എന്ന് പറഞ്ഞ് കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല മോളെ, നീ സങ്കടപ്പെടേണ്ട എന്തൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അച്ഛൻ ഇന്നലെ വന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു, അച്ഛൻ എന്നോട് പുറത്തോട്ട് പോകാമെന്ന് നുണ പറഞ്ഞിട്ടാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ട് അച്ഛൻ എന്നിട്ട് മോളെ കുറേ അന്വേഷിച്ചായിരുന്നു, ഞാൻ ഓരോ നുണ പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞു വിട്ടതായിരുന്നു മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് വരുമ്പോൾ അച്ഛൻ അറിഞ്ഞാൽ മതി എന്നിങ്ങനെ പറയായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് തറവാടായിരിക്കും. അവിടെ അമ്മയും അതുപോലെ തന്നെ ജാനകിയും അതുപോലെ തന്നെ ജലജയും ഇരിപ്പുണ്ടാവും കേട്ടോ. അവിടെയാണെങ്കിൽ പണി ചെയ്യാനുള്ള തർക്കങ്ങളായിരിക്കും. മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട് മുത്തശ്ശൻ ഇപ്പോൾ സമയത്തിന് ചായ പോലും കിട്ടുന്നില്ല, എനിക്ക് മുട്ടുവേദന ആയതുകൊണ്ടാണ് അടുക്കളയിൽ അധികം നേരം നിൽക്കാൻ പറ്റാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. ഈ സമയം ജലജിയും ജാനകിയും തമ്മിൽ പണിയെടുക്കുന്നതിനെ പറ്റിയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട് നയനമോള് പോയതോടെ അടുക്കളയുടെ കാര്യം മഹാ കഷ്ടമായി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ജലജിയും ജാനകിയാണെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്, കാരണം നയനയുടെ ഗുണങ്ങളൊന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ. അങ്ങനെ ആദർശം അതുപോലെ തന്നെ അനിയും വരികയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ജാനകിയാണെങ്കിലും വീണ്ടും നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓരോന്ന് സംസാരിക്കുന്ന സമയത്ത് അനി അതിനെ എതിർത്ത് പറയുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അനി അങ്ങനെ സംസാരം കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോവുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് പറയും നീ ആയിരിക്കുമല്ലേ അവൻ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആദർശാണെങ്കിലും പറയും ഞാൻ പറഞ്ഞിട്ടൊന്നല്ല, നയനയുടെ പ്രവൃത്തികൾ അങ്ങനെയാണ്, അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഇനി എൻ്റെ ഭാര്യ ആരും ഒന്നും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരിക്കും. അപ്പം നമ്മുടെ ജലജയും ജാനകിയും പറയും നിങ്ങളെല്ലാവരെയും ഓരോന്ന് പറഞ്ഞ് മയക്കി വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്കൊന്നും ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് നയനെ ഒരുപാട് കുറ്റപ്പെടുത്തലായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. എന്നിട്ട് പിന്നെ ജാനകിയാണെങ്കിൽ വീണ്ടും അനിയൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുകയായിരിക്കും കേട്ടോ, നയനെ എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഈ സമയം നയനിയെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ അനി സംസാരിക്കുക. ജാനകിക്കാണെങ്കിൽ നയനിയെ കുറ്റം പറഞ്ഞ് മതിയാവുന്നേ ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് പറയും ഏടത്തി വന്നാൽ ഉടനെ അവളായിരിക്കും വീട്ടിന് പുറത്തു പോവുക എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നയനെ ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന വിശേഷങ്ങളായിരിക്കും അടുത്ത എപ്പിസോഡിൽ. കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.